കൃഷിഭൂമി തരം മാറ്റുമ്പോൾ ലഭിക്കുന്ന തുക കർഷക തൊഴിലാളി ക്ഷേമ നിധിയിലേക്ക് വകയിരുത്തണമെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം ഗോപകുമാർ. ഭൂപരിഷ്കരണ നിയമത്തിൽ കാലോചിതമായ പരിഷ്കരണം നടത്തി ഭൂരഹിതർക്ക് ഭൂമി നൽകണമെന്നും ഡെപ്യൂട്ടി സ്പീക്കർ പറഞ്ഞു. കർഷക തൊഴിലാളി ഫെഡറേഷൻ വയനാട് ജില്ലാ ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊഴിലാളി ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കുടിശ്ശിക കൊടുത്തു തീർക്കുന്നതിന് 450 കോടി രൂപയാണ് വേണ്ടത്. ഭൂമി തരം മാറ്റുമ്പോഴും ഭൂമി ക്രയവിക്രയം നടക്കുമ്പോഴും സർക്കാരിന് ലഭിക്കുന്ന ഫീസിന്റെ നിശ്ചിത ശതമാനം തുക ക്ഷേമനിധിയിലേക്ക് വകയിരുത്തിയാൽ കുടിശ്ശിക കൊടുക്കുവാൻ കഴിയുമെന്ന് ചിറ്റയം ഗോപകുമാർ പറഞ്ഞു. ഇപ്പം നിലവിലത്തെ സാഹചര്യത്തിൽ കുടിശ്ശിക തീർത്തു കൊടുക്കണമെങ്കിൽ ഏതാണ്ട് 450 കോടി രൂപയോളം വേണം. അപ്പോൾ അതിന് രണ്ട് വഴിയാണ് ഇപ്പോൾ ഗവൺമെൻറ് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു മാർഗം. ഒന്ന്, ഈ ഭൂമി ക്രയവിക്രയം ചെയ്യുന്നുണ്ട്, വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഭൂമി വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ സ്റ്റാമ്പ് ഡ്യൂട്ടി എണ്ണത്തിൽ സർക്കാരിന് ഒരു തുക കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒരു നിശ്ചിത തുക ഈ ക്ഷേമനിധിയിൽ അടയ്ക്കാൻ കഴിയണം. 25 ലക്ഷത്തിലധികം വരുന്ന കുടുംബങ്ങൾക്ക് ഭൂമിയില്ലാത്ത അവസ്ഥയാണ്. ഇതിന് പരിഹാരം കാണാൻ ഭൂപരിഷ്കരണ നിയമത്തിൽ കാലോചിതമായ പരിഷ്കരണം വരുത്തണം. വയനാട് നേരിടുന്ന വന്യജീവി സംഘർഷത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും ഡെപ്യൂട്ടി സ്പീക്കർ പറഞ്ഞു. ന്യൂസ് മലയാളം, വയനാട്.